ആർ ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണപക്ഷത്തായിരുന്നപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ബാലകൃഷ്ണപിള്ളയുടെ ശബ്ദം ഒരുപോലെ ശ്രദ്ധേയമാണെന്നും പിണറായി കൊല്ലത്ത് പറഞ്ഞു. കേരള കോൺഗ്രസ് ബിയുടെ ദക്ഷിണ മേഖലാ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാലകൃഷ്ണപിള്ളയുടെ വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗത്തെ ന്യായീകരിച്ചായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സംസ്ഥാനത്തിന് അനുവദിച്ച പദ്ധതി സ്ഥാപിത താൽപര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഉയർന്ന ശബ്ദമായിരുന്നു ബാലകൃഷ്ണപിള്ളയുടേതെന്ന് പിണറായി പറഞ്ഞു. ഏതറ്റം വരെയും പോകാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നു. ഈ പ്രത്യേകത കാത്തുസൂക്ഷിച്ചതുകൊണ്ടാണ് ഭരണപക്ഷത്തായിരുന്നാലും പ്രതിപക്ഷത്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടത്. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയെന്നും രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനും മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാനും പിള്ള പ്രയത്നിച്ചിരുന്നതായും ചൂണ്ടിക്കാട്ടി. ഒപ്പം കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പ്രളയകാലത്ത് കേന്ദ്രത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെങ്കിലും വയനാട് ദുരന്തകാലത്ത് പുതിയ അധ്യായം തുറക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെയും CPI വിദ്യാർത്ഥി സംഘടനയുടെയും കൊടിയുടെ സാമ്യം ചൂണ്ടിക്കാട്ടിയും പിള്ളയുമായുള്ള ആത്മബന്ധം ഓർമ്മപ്പെടുത്തിയുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിച്ചത്. ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷനായ പാർട്ടി ചെയർമാൻ മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞു. നമുക്കറിയാം, പഞ്ചാബ് മോഡൽ എന്ന രീതിയിൽ വളച്ചൊടിക്കപ്പെട്ട ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടിയായിരുന്നു. കേന്ദ്ര സർക്കാർ അന്നും കേരളത്തിനെ അവഗണിച്ചപ്പോൾ ആ അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അദ്ദേഹം അന്ന് ചെയ്ത തെറ്റ് എന്ന് മനസ്സിലാക്കി. അതൊരു വേറൊരു രാഷ്ട്രീയമാണ്. കേരള കോൺഗ്രസ് ബിയുടെയും ഇടതുമുന്നണിയുടെയും നേതാക്കളടക്കം നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ റാലിയും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.